ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ക്യാബേജ് റെസിപ്പി ആയിട്ടല്ല, എപ്പോഴും നമ്മൾ മീറ്റല്ല, അപ്പോൾ ക്യാബേജ് റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാത്രം എടുത്ത് ഓയിൽ ചൂടായതിന് ശേഷം സവാള ഇട്ടതിന് ശേഷമാണ് അയ്യോ കടുക് പൊട്ടിക്കാൻ മറന്നുപോയി എന്ന് ആലോചിച്ചത്. അപ്പോൾ സവാളേനെ അങ്ങോട്ട് മാറ്റി നിർത്തി കുറച്ച് കടുകും കുറച്ച് വറ്റമുളക് വിട്ട് ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ കുക്കിങ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പല പണ്ടത്തരവും ഞങ്ങളുടെ കുക്കിങ്ങിൽ പറ്റാറുണ്ട്. ഇപ്പം അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട കേട്ടോ. എന്ന് പറഞ്ഞ് സക്സസ് ആവുന്ന റെസിപ്പി മാത്രമേ ഞാൻ യൂട്യൂബിൽ ഇടാറുള്ളൂ. സക്സസ് ആയില്ലെങ്കിൽ അത് നിങ്ങളോട് പറയുകയും ചെയ്യും കേട്ടോ. സത്യസന്ധമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം ഇട്ടിട്ട് അത് കഴിഞ്ഞ് ഗ്രീൻ ചില്ലി കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഗാർലിക്കായിട്ട് എപ്പോഴും ഗാർലിക് പേസ്റ്റാണ് ഉപയോഗിക്കണം. ഇന്ന് ഗാർലിക് ഇടാമെന്ന് വിചാരിച്ചു. ഗാർലിക് എടുത്തിട്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലയൊക്കെ പിടിച്ചതിന് ശേഷം സെറ്റായതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റം ചോപ്പ് ചെയ്ത് വെച്ച ക്യാബേജ് എടുത്തിട്ട് എന്നിട്ട് സ്ട്രെറ്റഡ് കോക്കനട്ടും കൂടി ഇട്ടായിരുന്നു. കുറച്ച് നേരം അങ്ങോട്ട് മൂടി വെച്ചപ്പോൾ ക്യാബേജ് റെഡിയായി. ഈ ചെറിയ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമുക്ക്. അപ്പം ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. എന്നെ ഈ വീഡിയോ മനഃപൂർവ്വം ഇങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചൊറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും കാണട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഇത് കഴിക്കട്ടെ, എന്നെ ശല്യം ചെയ്യല്ലേ. കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയട്ടെ. ഞാൻ വെജ് കഴിക്കാത്തതാണ്, പക്ഷെ ഇത് ഞാൻ ട്രൈ ചെയ്യാം. ടേസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യണം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതാണ് വെജിറ്റബിൾസ്. ഓക്കെ, ലെറ്റ് മീ ട്രൈ. എൻ്റെ പൊന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നോൺ വെജിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. അതാണല്ലേ. അയ്യോ.